പെണ്ണ് വരുമ്പോ കൈ കഴുകാനെന്നുള്ള വ്യാജേന ഞാൻ മാറിക്കൊള്ളാം. ആ തക്കത്തിൽ കൊടുത്തേക്കണം. വരുന്നുണ്ടെന്ന് തോന്നുന്നു. കെട്ടടി കെട്ടടി. ആ മോള് വരൂ. അങ്കിൾ കഴിച്ചോളൂ. കുഞ്ഞമ്മേ, എന്തോ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നോളൂ. ആ ഇനി ഒന്നും നോക്കാറില്ല. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. ദോശ മീരക്കായിരിക്കുമല്ലേ? അയ്യോ അയ്യോ, എന്റെ മോള് വീണോ? പോട്ടെ പോട്ടെ പോട്ടെ. കരയണ്ട കേട്ടോ, കരയണ്ട. ചേച്ചി ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? ഓ, നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. വിശന്നിട്ട് ഞാനിതൊന്ന് കഴിക്കട്ടെ. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ കഴിച്ചില്ലേ? കഴിച്ചെന്ന് വരുത്തി. ആ വേലക്കാരി തള്ളയുടെ മോന്ത കാണുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ തോന്നുന്നില്ല. ഇതും കൂടി ഞാൻ കഴിക്കട്ടെ. വേണ്ട വേണ്ട, ഇത് തൊടണ്ട. എനിക്കുള്ളത് ആരോ കോണിപ്പടിയെ കൊണ്ട് വെച്ചിട്ട് പോയതാ. അടുക്കളയിലോട്ട് ചെല്ലണ്ടാന്നായിരിക്കും. എന്നാ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? വെള്ളമൊക്കെ എടുത്തോണ്ട് തരാം, പക്ഷെ ഇത് തൊടരുത്. ഞാൻ ആകെ വിശന്നിരിക്കുക. ഞാൻ തൊടില്ല. സത്യം. എന്നാ നീ തുപ്പി വെച്ചിട്ട് പോക്കോ. തുപ്പൊന്നും വേണ്ട പൊന്നേ, എനിക്ക് വിശ്വാസമല്ലേ. എടുക്കരുത്. ഇല്ലടി. അയ്യോ, ഞാൻ മൂടി വെച്ചിട്ട് പോവാ. ഇതെന്താ ഇതിലൊരു എഴുത്ത്? എന്റെ ഓമ വിധി കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒന്നാം പ്രതിയെ പോലെ എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ്. പറയൂ, വിധി പറയൂ. എന്നെ ഇഷ്ടമാണ് എന്നായിരിക്കണം ആ വിധി. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോവും. എനിക്കറിയാം, എന്റെ ഹൃദയേശ്വരിയും ഞാനുമായുള്ള ബന്ധത്തിനെതിരെ ശബ്ദമുയർത്താനും വാദങ്ങൾ ഉന്നയിക്കാനും തൽപര കക്ഷികൾ നിരവധി ഉണ്ടെന്ന്. ഈ കക്ഷികൾ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഭവതിയുടെ ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രേമഹർജി. എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നായി തീരാൻ ദയവുണ്ടാവണം. പറയൂ, ഇനിയെങ്കിലും വിധി പറയൂ എന്ന് ഭവതിയുടെ പ്രേമഭിക്ഷന്തേ. രണ്ട് കാലമാടന്മാരും കൂടെ അങ്ങ് വെട്ടി വിഴുങ്ങ. ഇതെന്നു മുതൽ തുടങ്ങി? വളരെ കൊല്ലങ്ങളായോ? എന്തായി ചോദിക്കുന്നത്? ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ കിടന്നിട്ടുള്ള ഈ കളി തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ഞാൻ ചോദിച്ചത്. എന്റെ ഭഗവാനെ, പെട്ടെന്ന് ഈ മനുഷ്യന് വട്ടായി പോയോ? ഇനി ഒന്നു മാത്രം അറിഞ്ഞാൽ മതി. നീ പ്രസവിച്ചതും എന്റേതെന്ന് പറയപ്പെടുന്നതായ ആ രണ്ടു മക്കളുടെ യഥാർത്ഥ അച്ഛൻ ഞാൻ തന്നെയാണോടി? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിന്നെ കൊല്ലുടി. ഞാൻ പല വീട്ടിലും കേട്ടു. എന്റെ വീട്ടിലാ എന്നെ തള്ളിയിടാ നീ. മാറിക്കണോ? അടിച്ചു മരിക്കണമെന്നല്ലേ റോഡോട് ഇറങ്ങിക്കോ. ഇതിനകത്ത് പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവാത്തത്. നിന്റെ ഈ പ്രായത്തില് നിനക്കൊരുത്തം പ്രേമലേഖനം എഴുതെങ്കിൽ നീ എത്രയ്ക്കും ഭയങ്കരമായിരിക്കണ്ടേ. അവനെ നീ എങ്ങനെ വല വീശി പിടിച്ചടി? പ്രേമലേഖനോ? ഇതെന്തൊക്കെയായി പറയുന്നേ? അതേടി, ദോശ തുടരെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അതിന്റെ അകത്ത് എന്തോ കളറുണ്ട്. ആ വിശ്വാസവഞ്ചന കാണിച്ചാലേ ശിക്ഷയ്ക്ക് പരിധിയില്ല മകളെ. എനിക്കൊന്നും അറിഞ്ഞൂടെ എന്റെ മുത്തച്ഛൻ. നിനക്കൊന്നും അറിയില്ലല്ലേ? ആ വന്നേ, സോറി മുത്തച്ഛൻ വന്നേ. ഞാനോ? എന്റെ കർത്താവ്, എന്റെ പുറത്തിരിക്കാ. ഇതെന്തു മാറണം? എന്റെ മാതാവേ, മിണ്ടരുത്. മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇത് എഴുതിയത് ആരാണെന്ന് മനസ്സിലായി. ഓ, എങ്കിൽ പറഞ്ഞതാ, ഞാൻ ഇപ്പൊ തന്നെ പോയി അവന്റെ കഥ കഴിക്കും. കഥയൊന്നും കഴിക്കണ്ട, നിർബന്ധമാണ് അവൻ ഇടി കൊടുത്തേ. ഓക്കെ, ആരാ? ഇതൊരു വക്കീൽ എഴുതിയ പ്രേമലേഖനമാ. വിധിയും കോട്ടും ഒക്കെ കണ്ടില്ലേ? ഉവ്, ഏത് വക്കീൽ?
പുറത്തുനിന്നൊരു വക്കീൽ തന്റെ ഭാര്യയ്ക്ക് കത്തെഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഓ അത് ശരി. അവൻ എടാ വക്കീലേ, ആരാ ഇവിടുത്തെ പ്രേമ ശാന്തി? നിന്റെ പ്രേമഹർജി എന്റെ ഭാര്യയുടെ അടുത്താ? അയ്യോ, അതൊക്കെ അവരുടെ കയ്യിലെത്തി. അപ്പൊ നീ തന്നെയാണ് എന്റെ അടല്ലേ? നിനക്ക് എന്നെ മനസ്സിലായില്ല. എന്താണ്? അയ്യോ എന്റെ അമ്മോ, അടിച്ച കൈ ഒടിക്കച്ച. അല്ല വക്കീൽ സാറേ, എന്റെ അമ്മോ, അയ്യോ നല്ല വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. കാള പറ്റുമെന്ന് കേട്ടപ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാ കയറെടുക്കാൻ ഓടിയത്? യൂണിഫോം ഇല്ലാത്തപ്പോ ഏത് കൊച്ചുകുട്ടിക്കും നിങ്ങളെ തല്ലി താഴ്ത്തിടാൻ പറ്റുമെന്ന് ആലോചിക്കാത്ത എന്താ? ഞാൻ എന്തു കുറ്റം ചെയ്തിട്ടാ നിരപരാധിയായി എന്നെ നിങ്ങൾ തല്ലിയത്? നിരപരാധികളെ തല്ലുന്നത് നിങ്ങൾ പോലീസുകാരുടെ പതിവാക്കി എടുത്തിരിക്കുകയാണോ? ശാന്തേ, എന്റെ വലത് കൈ എനിക്ക് ഇപ്പോഴും പൊക്കാം. ആ, ഇതാ കുഴപ്പം. ആ പൊണ്ണത്തടിയും ഗോതമ്പ് ദോശയ്ക്കടിയിൽ ഒരു കത്ത് വെച്ച ഉടനെ ഞാനങ്ങ് മയങ്ങി പോകുന്നു നിങ്ങൾ കരുതിയോ? സത്യം പറ, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നീ അവനെ പ്രോത്സാഹിപ്പിച്ചോ? യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ? ഭാര്യയെ അവിശ്വസിക്കുന്നവൻ ചൊറി പിടിച്ച് ചാവുന്ന. എന്നാ നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ്, അവനിലേക്ക് നിന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ലാന്ന്. ആ മണ്ടം വക്കീലിലേക്കല്ല, മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ പോലും എന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ല. ഇനി ചായവേ ഇല്ല. നാളെ 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 കഴിഞ്ഞ് മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മണിക്കൂറുകൾ മാത്രം എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ 25 ലക്ഷവും മാരുതി കാർ. 10 ലക്ഷം ഏതാ? ഇത് കർണാടക ദസറ ബമ്പർ. കേരളം 25 ലക്ഷം. തമിഴ്നാട് പൊങ്കൽ ബമ്പർ. നാളെ 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 കഴിഞ്ഞ് മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നറുക്കെടുക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ 25 ലക്ഷം ഒരു മാരുതി കാറും ഒന്നാം സമ്മാനമായി നൽകുന്നു. അങ്കമാലിയിലെ പാവപ്പെട്ട താറാവാൻ 25 ലക്ഷവും അംബാസഡർ കാറും നേടിക്കൊടുത്ത അതേ ഏജൻസിയുടെ ടിക്കറ്റുകൾ. ഭാഗ്യദേവത നിങ്ങളെ മാടി മാടി വിളിക്കുകയാണ് സഹോദര. നിങ്ങൾക്കറിയില്ലല്ലോ, ഈ ഒരു പ്രശ്നത്തിന്റെ പേര് ഞാനും കുര്യച്ചനുമായിട്ട് ശരിക്കൊന്ന് ഉരസിരിക്കുക. നിങ്ങൾ ഒരസി തീ ഉണ്ടാക്കുക, എന്ത് വേണേലും ചെയ്തു. അന്നേ ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങളുടെ ഫാക്ടറി ജോലിക്ക് എന്റെ ഡോഗ് വരുന്നു. ആ ഒരു തെറ്റ് പറ്റിയാൽ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു തെറ്റാണോ? നിങ്ങൾ തിരുത്തണ്ടെന്ന്. പാവപ്പെട്ടവർ നിങ്ങൾ ഇനിയും തല്ലി ചതക്കണം. സാറേ, സാറിന് ലോട്ടറി ടിക്കറ്റ് വല്ലതും വേണമെങ്കിൽ പറ. മിസോറാം ബമ്പറുണ്ട്, കർണാടകയുണ്ട്. ദസറ സ്പെഷ്യലിന് 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഏത് വേണമെങ്കിലും പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അമ്മ ഈ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന്. ഇല്ല, അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഫാക്ടറി ജോലി തന്നെയാണെന്ന് അമ്മയുടെ വിചാരം. എംകോംകാരൻ മകന് ടിക്കറ്റ് വിൽപ്പനയാണെന്ന് അറിഞ്ഞാലേ അമ്മയ്ക്കത് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് അറിയിച്ചിട്ടില്ല. പാർത്ഥസാരഥിരമ്മേ, എന്തിനാ അമ്മയെ വിളിക്കുന്നത്? ആ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ച. നിങ്ങൾക്ക് ഒരു ഭ്രാന്തുണ്ടോ? പെറ്റതള്ളയുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കുന്നത് ശരിയല്ല. പാർത്ഥസാരഥിരമ്മേ, വളരെ കഷ്ടമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. ഇതെന്റെ അമ്മയ്ക്ക് താങ്ങാനാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരാമോ? ഞാനൊന്ന് പറഞ്ഞു തങ്ങ് പോയിക്കോളാം. ഓ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ വേണമെങ്കിൽ. എടോ മനുഷ്യ, തന്നെ ഞാൻ വെറും തൊഴിലാളിയായിട്ടല്ല അങ്ങോട്ട് വിളിച്ചത്, അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ടാ. അപ്പൊ താനത് മൈൻഡ് ചെയ്തില്ല. വൈരാഗ്യബുദ്ധി തനിക്കാകാമെങ്കിലേ എനിക്കും കുറച്ചൊക്കെ ആകാം. അതാ വരുന്നു. ആമാങ്ക അത് വന്ന് ലോട്ടറി ഫാക്ടറി അമ്മ ഫാക്ടറി. ഇവരുടെ കമ്പനിൽ എന്നെ പുതിയ അക്കൗണ്ടിനെ പുറപ്പെടலாம். அப்படியா? ரொம்ப சந்தோஷம். நீங்க நன்னா இருக்கணும். ഇല്ലമ്മ, ഞാൻ അതല്ല சொல்ல വന്നേ. അത് തന്നെയാ പറയാമെന്ന്. ഞാൻ അക്കൗണ്ടിനായിട്ട് ചാർജ് എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. നാളെ തന്നെ പുതിയ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഉറപ്പാണോ? ഉറപ്പ്. ഇല്ലെങ്കിൽ ഞാൻ മറ്റേ മിസോറായ അടിപിടി എല്ലാം കൂടി ഇപ്പൊ അമ്മയുടെ யாரடிச்சா? അപ്പൊ പിന്നെ അടിയും ഒന്നുമില്ല. ഇവരുടെ കമ്പനിൽ ആരോ അടിച്ച കാര്യം ചൊല്ലാ അമ്പടത്താൻ. ഇല്ലമ്മ, കമ്പനി അല്ല ഇവൻ തന്നെ. சொல்லட்டுமேடா? ഒന്നും ചൊല്ലണ്ട. നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാനൊരു വാക്ക് പറഞ്ഞത് വാക്കാ. നിശ്ചയമാ சொல்றீங்களா? നിശ്ചയമാത്താൻ ചൊല്ലാൻ. അപ്പൊ നാളെ കാലത്ത് വന്ന് ജോയിൻ ചെയ്യുന്നു. ദിസ് ഈസ് മൈ റെസിഗ്നേഷൻ ലെറ്റർ. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് വളരെ പഴയൊരു ചൊല്ലാണെങ്കിലും അതാണ് എന്റെ ആഗ്രഹം. അങ്കിൾ, എന്തായി പറയുന്നത്? പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളെ ഡിസോൺ ചെയ്യാൻ ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. മീര മാത്രമല്ല ഇപ്പോ കമ്പനിയുടെ MD, ഒരുപാട് പേരാണ്. ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു സാധാരണ തൊഴിലാളി ഇപ്പോ കമ്പനിയുടെ അക്കൗണ്ടന്റ് ആണ് പോലും. അങ്കിൾ, അത് അയാളുടെ യഥാർത്ഥ സ്ഥിതി അറിഞ്ഞാലെന്താ? അയാൾ ചിലപ്പോ പട്ടിണിക്കാരനായിരിക്കും. ഇവിടെ പട്ടിണിക്കാർ ധാരാളം ഉണ്ടല്ലോ. നമ്മുടെ ഈ ഒരു ഫാക്ടറിയുടെ വരുമാനം കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാൻ പറ്റുമോ? അങ്ങനെയല്ല അങ്കിൾ, അയാൾ നേരത്തെ അവിടെ, പിന്നെ അയാൾ ആശുപത്രിയിലായപ്പോ
ആകപ്പാടെ ആ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്. മനസ്സിലാവാഞ്ഞിട്ടല്ല, അയാളെ പിരിച്ചുവിടാൻ ഞാൻ പറയുകയില്ല. ഞാനില്ലേലും ഫാക്ടറി നടന്നോളും, അത്രേ ഉള്ളൂ. അങ്കിൾ പ്ലീസ്. പിരിഞ്ഞു പോകുന്നതിൽ നിങ്ങളെക്കാൾ വിഷമം എനിക്കുണ്ട്. പക്ഷേ ഇതെന്റെ ഫൈനൽ ഡിസിഷനാണ്. നാളെ മുതൽ ഞാൻ ഫാക്ടറിയിൽ വരില്ലെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എഫിഷ്യന്റായ ഒരാളെ കിട്ടുന്നത് വരെ, എന്ന് വെച്ചാൽ മാക്സിമം ഒരു 3 മാസം വരെ ഞാൻ നിൽക്കാം. അതിൽ കൂടുതൽ എന്തായാലും എന്നെ കൊണ്ട് വയ്യ.